أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح ഇവിടെ യുഗങ്ങളായി നിലനിന്നത് മാനവമൈത്രിയതല്ലോ ഇവിടെ യുഗങ്ങളായി നിലനിന്നത് സാഹോദര്യമതമല്ലോ ഇവിടെ യുഗങ്ങളായി നിലനിന്നത് മാനവമൈത്രിയതല്ലോ ഇവിടെ യുഗങ്ങളായി നിലനിന്നത് സാഹോദര്യമതമല്ലോ തന്നിത്തകർത്തത് നമ്മുടെ ഹൃദയങ്ങളല്ലോ മതഭൂതങ്ങൾ തന്നിത്തകർത്തത് നമ്മുടെ ഹൃദയങ്ങളല്ലോ നമ്മുടെ ഹൃദയങ്ങളല്ലോ ഇവിടെ യുഗങ്ങളായി നിലനിന്നത് മാനവമൈത്രിയതല്ലോ ഇവിടെ യുഗങ്ങളായി നിലനിന്നത് സാഹോദര്യമതമല്ലോ ഇവിടെ യുഗങ്ങളായി നിലനിന്നത് മാനവമൈത്രിയതല്ലോ ഇവിടെ യുഗങ്ങളായി നിലനിന്നത് സാഹോദര്യമതമല്ലോ അയ്യോ ഉമ്മ, നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വിളക്ക് തെളിച്ചോണ്ടാ ഇവിടെ നിക്കണേ. എന്നാ പിന്നെ ഈ നേരം വേണം നേരത്തെ മുറ്റത്ത് നിൽക്കാറ്. 2 ദിവസം ഓതിക്കൂടെ നിനക്ക്?
ഈ നാശം പിടിച്ച കോഴി എവിടെ പോയി കിടക്കുക? വളർന്നു വളർന്നങ്ങ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മാനുപ്പാടെ കുടിയിരിക്കൽ കഴിഞ്ഞ് വരിക. കുറച്ചേരായി നമ്മൾ പഠിക്കത്തര നിൽക്കുന്നു. അന്റെ ഇപ്പൊ എന്നുള്ള ഭർത്താനം കേട്ടപ്പോ നമ്മള് കരുതി ഈ ചെയ്തോ സിനിമാ പാട്ട് പാടുകയാണ്. ഈ ആരെ വിളിക്കണ്? കോയിന. ഇന്നാ നമ്മള് വരുമ്പോക്ക് ആ അക്കേശം വരക്കൊമ്പില് ഒരു കോയിൽ നിറങ്ങണ്ട്. ഇജി ബേജാറാകണ്ട, അത് അഞ്ചാകും. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് എന്റെ വർത്താനങ്ങള്? നല്ല വർത്താനങ്ങള്. അൽഹംദുലില്ലാഹ് ഹൈറ്. പടച്ചോൻ വേണ്ടുക പറ്റി ഇനി കവിഞ്ഞൊരു വർത്താനങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കട്ടെ എന്റെ കുട്ടിയെ. നമ്മള് കരുതി ഉസ്താദി വഴിയൊക്കെ മറന്നു. നേരം കിട്ടണ്ട എന്റെ കുട്ടിയെ. പടച്ചോന് സ്തുതി, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. ഈ ചിലപ്പം നന്നായ അല്ലേലും അങ്ങനോട് മറക്കാൻ പറ്റുമോ? ഞമ്മക്ക് ഒന്നുമില്ലേ? നമ്മുടെ ജാതി പറഞ്ഞൊരു പെണ്ണല്ലേ ജി. ഇടക്കൊക്കെ വന്ന് അനക്ക് വല്ല മാറ്റമുണ്ടോ നോക്കാൻ അവിടെ പറ്റുമോ? പിന്നെ വേണ്ടേ? ഇജി വളർന്നതും അന്ന വളർത്തുന്നതും ഇപ്പൊ വീട്ടുകാരാണെങ്കിലും ഇജി ഒന്നാതൊരു ഇസ്ലാം പെണ്ണാണ്. ആണോ? അല്ല പെണ്ണ്. അല്ല ഇജിപ്പൊ തുളച്ചിത്താറെ തിരി കൊടുത്തു വെക്കണപ്പോ ഞമ്മക്കൊരു സംശയം, ഇജി വകുപ്പ് മാറിയോന്ന്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളെ തലേ തട്ടിടോ? എന്റെ കുപ്പായത്തിന് കഴിയണ്ടല്ലേ? നല്ല ഇറക്കണ്ടല്ലോ. അതൊക്കെ ആൾക്കാർക്ക് വെക്കം തോന്നാതിരിക്കാൻ വേണ്ടിട്ട്. എന്റെ ഉസ്താദങ്ങൾ ആളെ മക്കാരൊക്കെ അല്ലേ? ഹിന്ദുവായിട്ടും മുസ്ലിമായിട്ടും മാത്രമല്ല നമ്മളിവിടെ കഴിയണേ, അതിനേക്കാൾ വിലയുള്ള മനുഷ്യനായിട്ടാ. ജന്മം തന്നിട്ട് പെറ്റമ്മ പോയപ്പോൾ വളരാനും വളർത്താനും എനിക്കുണ്ടായ ഇടപാണിത്. ഇവിടുത്തെ അമ്മ എനിക്കുമ്മ തന്നെയാ, പെറ്റമ്മ പോലെ. ഉസ്താദിനറിയില്ലേ, കൊല്ലത്തിൽ നോക്കുന്ന നോമ്പിൽ ഒന്നുപോലും തെറ്റിക്കാൻ അമ്മ സമ്മതിക്കില്ല. എന്തിനേറെ ഒരു നേരത്തെ നിസ്കാരം മുടങ്ങിയാൽ തന്നെ അമ്മ എന്നോട് പിണങ്ങിയിരിക്കുന്നത് ഉസ്താദ് എന്നെ കണ്ടിട്ടില്ലേ? അങ്ങനെ ഓർമ്മ വെച്ച നാൾ മുതൽ ആദരിച്ചു പോകുന്നൊരു ആചാരമുണ്ട് ഗൽവിൽ, അത് മരിക്കോളം മറക്കില്ല. അല്ല അപ്പൊ ഈ തുളസി തറയെ തിരി കൊളുത്തി വെക്കണതും നേരെ കൊളുത്തി തറയെ വെക്കണത് നമ്മുടെ ആചാര? ഏത് ആചാരവും മനുഷ്യൻ പാലിച്ചു പോരുണ്ട. അപ്പൊ പിന്നെ എനിക്കും പാലിച്ചാലെന്താ? അല്ലെങ്കിലും എത്ര കരണ്ടുണ്ടായാലും അന്തിക്ക് ഉമ്മറത്തൊരു വിളക്ക് വെക്കൽ ഏത് വീടിനും നല്ല ശേല. അപ്പൊ അന്റെ രണ്ടു കോണില്ല? അല്ലല്ലോ, ഭൂമിയില്, ഭാരതഭൂമിയില്. ആരോടാണ് ഇതൊക്കെ പറയുന്നത് ആലോചിക്കണ്ട? ഈ ഉണ്ടല്ലോ, എന്നോത്ത് പഠിപ്പിച്ച ഉസ്താദിനോട്. ഓത്തുപള്ളി നോത്തുവിട്ടാൽ എന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് ആക്കി തരുന്ന ഉസ്താദ് തന്നെ ആയിരുന്നില്ലേ? ഇവിടെ ഒരു നോത്ത് പുസ്തകം കാണാപ്പാടമാക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന് അമ്മ രാമായണം വായിക്കും. എന്ത് രസമെന്നറിയോ കേൾക്കാൻ? ഇതൊരു ഹിന്ദുവിന്റെ മാത്രം വീടുള്ള ഉസ്താദേ, അതിനേക്കാൾ വിലയുള്ള മനുഷ്യരുടെ വീടാ. അതെ, അന്നോട് വർത്താനം പറഞ്ഞ ഞമ്മക്ക് തല കിട്ടൂല. നമ്മള് നിക്ക് മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉയർന്ന ജാതി ഏതാന്നറിയ ഉസ്താദിനെ? നമ്മക്കറിയില്ലാരാ? നല്ല സ്വഭാവക്കാര്. ഏറ്റവും താഴ്ന്ന ജാതി ആരാന്നറിയോ? എന്റെ പൊന്ന് സാബിറ, നമ്മക്കറിയില്ല എന്ന് പറഞ്ഞില്ല എന്നോട്. സ്ത്രീധനം മേടിച്ച് കല്യാണം കഴിക്കുന്നവര്. അതും പോട്ടെ, ഏറ്റവും വിഷം കൂടിയ പാമ്പ് ഏതാന്നറിയ ഉസ്താദിനെ? നമ്മക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? മനുഷ്യനെ ജാതിയും മതവും പറഞ്ഞ് മാറ്റി നിർത്തണവര്. അവര് മനുഷ്യരല്ല, പാമ്പാണ്. കടിച്ചാലല്ല, തൊട്ടാൽ തന്നെ വിഷം പറ്റുന്ന പാമ്പ്. അതെ, നേരെ ഇട്ടാൽ നമ്മള് നിക്ക് ചായ അടിച്ചിട്ട് പോവാ. ഈ ചോറ് കഴിക്കാൻ നേരത്തെ എന്റെ ചായ? എന്നാ ചോറ് വെച്ചിട്ട് പോകാം. അതെന്റെ പൊന്ന് സാബിറ, ഇക്കാന്റെ ചായയും ചോറൊന്നും വേണ്ട. ഈ ചൂടുള്ള കഞ്ഞിപ്പഴം ഉണ്ടെങ്കിൽ ഇത്തിരി ഇങ്ങോട്ട് കൊണ്ടാ. ശരി. ഉപ്പിടുന്നോ? അരി റേഷന? അതെ. ഇന്റെ പഠിച്ചോനെ, എന്നാ കുറച്ച് ഇട്ടളെ. ആ പെട്ടക്ക് ചൂരാണ്ട് പോയിക്കോട്ടെ. കിടന്ന് അറിയാതെ ഒന്ന് മയങ്ങി. പെട്ടെന്നാ സംസാരം കേട്ടത്. ഞമ്മള് വന്നിട്ട് പേരെന്റെ ഭാനുമതിയമ്മേ, ഈ പെണ്ണിനോട് വർത്താനം പറഞ്ഞെന്ന് നേരം പോയിന്ന് മാത്രല്ല, ഭാനുമതി അമ്മ ഇവിടെ കിടക്കണ കാര്യം തന്നെ നമ്മളോട് മറന്നു. ഇത്ര നേരം നിൽക്കായിരുന്നു. നീ എന്താ മൊയ്തേരോട് ഇരിക്കാൻ പറയാൻ? അല്ല, ഇതൊക്കെ പറയാൻ നിനക്ക് എവിടുന്നാ നേരം? ഒരാളിങ്ങ് വന്നു കിട്ടാൻ കാത്തിരിക്കല്ലേ പപ്പടം പോലുള്ള വർത്താനം പറയാൻ. മൊയ്തേരി ഇരിക്കൂ. എന്നിട്ട്
എങ്ങനെയുണ്ട് ഭാനുമതിയമ്മേ സൂക്കേടൊക്കെ? സുഖണ്ട? ഇങ്ങനെ കയറി ഇറങ്ങിയും പോണു. പാടം മാറിയില്ലെങ്കിലും ശരിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാനെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. പുറത്തെ വെളിച്ചമെങ്കിലും ഒന്ന് കാണാലോ. വെള്ളം പടച്ചോം വേണ്ടുക വെച്ച് ഒക്കെ മാറും. പടച്ചോം കരുണ കാണിക്കണ്ട ഭാനുമതിയമ്മേ. ആ ഇന്നാ നമ്മൾ ഇനി താമസിക്കണില്ല, നേരെ ഇട്ടായി നമ്മൾ പോകാൻ നോക്കട്ടെ. ശരി, അങ്ങനെ അല്ലാ, ഒരു കാര്യം നമ്മളോട് പറയാൻ മറന്നു. ഉണ്ണിയെ ഒന്ന് കാണണോന്ന് കരുതി. ഓൻ വരാൻ വൈകും.